പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണം കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയ പ്രതിസന്ധി മറികടക്കാൻ സ്വപ്ന സുരേഷിനെ എത്തിക്കാൻ രഹസ്യനീക്കം നടക്കുന്നതായി റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ സ്വപ്നയ്ക്ക് CPM നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു. സ്വപ്ന ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം CPM നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചെങ്കിലും അതിനൊന്നും തെളിവുകൾ പുറത്തുവിടാൻ കഴിഞ്ഞിരുന്നില്ല. UDFും BJPയും ഈ ആരോപണം ഏറ്റെടുത്ത് കനത്ത പ്രതിഷേധമുയർത്തി. എന്നാൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ ഫലവത്തായില്ല. രാഹുലിനെതിരായ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വപ്നയെ വീണ്ടും രംഗത്തിറങ്ങിയാൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. 3 മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ എന്നിവർ അനുചിതമായ സന്ദേശങ്ങൾ അയച്ചെന്ന് സ്വപ്ന നേരത്തെ ആരോപിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണങ്ങൾ പിൻവലിക്കാൻ 30 കോടി രൂപ വാഗ്ദാനം നൽകിയെന്നും സ്വപ്ന ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല, മകൾ വീണ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ, KT ജലീൽ തുടങ്ങിയവർക്കെതിരെയും പലതവണ സ്വപ്ന പലതരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു. എന്നാൽ തെളിവില്ലാത്ത ആരോപണങ്ങൾ പതിവായതോടെ അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടമായി. പലരും സ്വപ്നയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസും കൊടുത്തു. നേരത്തെ സ്വപ്ന ആരോപിക്കുകയും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് വീണ്ടും പുറത്തു കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. രാഹുലിനെതിരായ ആരോപണത്തെ സമീകരിക്കാനായി സ്വപ്നയെ എത്തിച്ചാൽ നഷ്ടമായ ജനപിന്തുണ നേടിയെടുക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതി നൽകിയത്. എന്നാൽ ഒരിക്കൽ ജനങ്ങൾ തട്ടിക്കളഞ്ഞ അതേ വിഷയത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ എത്രമാത്രം അതിന് നേട്ടമുണ്ടാകുമെന്ന് UDF തന്നെ ആലോചിക്കേണ്ടതാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ട വിഷയം ഇപ്പോൾ നേരത്തെ ഒരു ചാനൽ അത് വലിയ രീതിയിൽ കൊണ്ടുവന്നു. പിന്നീട് അതിനെ മറ്റ് മാധ്യമപ്രവർത്തകർ ഏറ്റെടുക്കുകയും ഈ ഗർഭചിത്രം അടക്കം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുകയും ബാംഗ്ലൂരിലടക്കം ഗർഭചിത്രം നടത്തിയെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ചാൽ ഈ LDF ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അവരുടെ ഭാഗം ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം അവിടെ മൂന്നാറിൽ മഞ്ഞുണ്ടെന്നും സ്വപ്നയെ പലതരത്തിലും ഒക്കെ വാട്സപ്പിലൂടെയും മറ്റ് മെസ്സേജുകൾ അയച്ചൊക്കെ വിളിച്ച ആളുകളൊക്കെയുണ്ട്. മാത്രമല്ല ഒരു യുവതിക്ക് റെയിൻകോട്ട് നൽകാം, നാളെ മഴയാണെങ്കിലും വരുമോ എന്നൊക്കെ ചോദിക്കുന്ന മന്ത്രിമാരടക്കമുണ്ട്. ഇപ്പോൾ MLA ആയിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, നീ ലോക ഉടായിപ്പാണ്, നീ ഇനി എന്നെ പറ്റിക്കുമോ, നിനക്ക് എന്നെ ഒരു വിലയുമില്ല എന്നൊക്കെ പറയുന്ന ശബ്ദ സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരു പ്രശ്നം ഈ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് പലരും രംഗത്ത് വരുന്നു എന്നാണ്. ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരയെ ഞാൻ പോയി കണ്ടിരുന്നു, ഇരയ്ക്കൊപ്പം ആണ്, പെണ്ണാണ് അവൾക്ക് വേണ്ടി നമ്മൾ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വർത്തമാനങ്ങളൊക്കെ അടിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ പോസ്റ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ചാനലുകൾ ആ പോസ്റ്റ് എടുത്ത് വെച്ച് വാർത്തയാക്കുന്നു. അവരെ എന്താ പറയുക, ആകാശത്തിൻ്റെ മുകളിൽ കൊണ്ടെത്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എന്നുള്ളതാണ്. അതായത് ചില ഒതുക്കി തീർപ്പുകൾ നടത്താൻ ഇരയെ കണ്ടു ചില മാധ്യമപ്രവർത്തകർ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഡീൻ കുര്യനും ഇപ്പോൾ നമ്മുടെ റോഷി പാലും ഒക്കെ കൊണ്ടുവന്ന വാർത്തകൾക്കപ്പുറം അവരൊക്കെ ആർജവത്തോടെ ഇത് കൊണ്ടെത്തിക്കാൻ നോക്കിയ നിലപാടുകൾക്കപ്പുറം ഒരു ഒതുക്കി തീർക്കൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നേരത്തെ പോസ്റ്റ് ഇട്ട മാധ്യമപ്രവർത്തക മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തക യെക്കുറിച്ചൊരു വാർത്ത വന്നപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായ മാധ്യമപ്രവർത്തനമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ട മാധ്യമപ്രവർത്തകർക്കെതിരെ പലരും ആരോപണങ്ങൾ ഉയർത്തുന്നു. അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇരയെ കണ്ടത് ഒത്തുതീർപ്പിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്തെത്തുന്നുണ്ട്. മാത്രമല്ല ഇത് കൊണ്ടുവന്ന ചാനലിലെ ഒരു മാധ്യമപ്രവർത്തക, അവർ അഞ്ജന അനിൽകുമാർ, ആ മാധ്യമപ്രവർത്തക കഴിഞ്ഞ ദിവസം അവരുടെ ലൈവിൽ തന്നെ ഒരു വീഡിയോ പറയുകയുണ്ടായി. എന്നെ ചാനലിൽ ഡെസ്ക് ചീഫ് എഡിറ്ററായിരിക്കുന്ന ക്രിസ്റ്റി M. തോമസ്, ക്രിസ്റ്റി പിന്നെ എന്താ അവരെ സഹോദര തുല്യനായിട്ടാണ് അവർ കണ്ടിരുന്നത്. പക്ഷേ ക്രിസ്റ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ അവർക്കെതിരെ ഉണ്ടായ ഒരു പിന്നെ അപ്രോച്ചൊന്നും അത്ര നല്ല രീതിയിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അവർ തന്നെ അത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണം സ്വന്തം ചാനലിൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ആ മാധ്യമ സ്ഥാപനത്തിൽ ഒരു
മാധ്യമപ്രവർത്തകനിൽ നിന്നുണ്ടായ ലൈംഗികമായ ഒരു എന്താ പറയുക, ഒരു അപ്രോച്ചിനെ തടയാൻ കഴിയാത്തവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് പ്രസംഗിച്ച് ഒരു സമൂഹത്തെ നന്നാക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഇത്തരം പരാതികൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. അയാൾ ചെയ്തതൊക്കെ ചെയ്തത് തന്നെയാണ്. അതിൽ ഒരു എന്താ പറയുക, നമുക്ക് മാറ്റി പറയാനൊന്നും കഴിയില്ല. അയാളത് ചെയ്തിട്ടുണ്ട്. ഗർഭചിത്രം നടത്തുക എന്നൊക്കെ പറയുന്നത് അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അതിനെ അംഗീകരിക്കാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് ആ ഇരയുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ 1 2 ദിവസം വയറിൽ ചുമന്ന ഒരു അമ്മയ്ക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഗർഭചിത്രം നടത്തുമ്പോൾ, അത് ഏത് രീതിയിൽ ഗർഭചിത്രം നടത്തിയാലും ഒരു അമ്മ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് മരണം വരെ അത് മറ്റൊരാൾക്കും അത് പകർന്ന് നൽകാൻ കഴിയില്ല. അവരത്രത്തോളം മാനസിക ബുദ്ധിമുട്ടായിരിക്കും ആ ലൈഫിലുടനീളം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ അത് മറന്നു കഴിയുമ്പോഴും അത് തമാശയായി കാണുമ്പോഴും ഒരു 3 4 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് തീരുമ്പോഴും ഈ അമ്മയായ സ്ത്രീ ജീവിതകാലം മുഴുവൻ തൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ താൻ എന്നുള്ളൊരു വേദന അവരെ അലട്ടും. അവർ ചിരിക്കുന്നുണ്ടാകും, കളിക്കുന്നുണ്ടാകും, വർത്താനം പറയുന്നുണ്ടാകും, അവർ മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യുന്നുണ്ടാകും. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ വേദന അതൊരിക്കലും മാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ത്രീ അത്രയും വേദന അനുഭവിക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി പിന്നെ എന്താ പറയുക, ഇരയായി മാറുമ്പോൾ, അവിടെ ഒരു അമ്മയായ ഒരു പെൺകുട്ടിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ ഒക്കെ അവിടെ അവളെ വിലപേശാനും അവൾക്ക് പിന്നെ എന്താ പറയുക, ഒത്തുതീർപ്പിനും ഒക്കെ ചെന്നിട്ട് ഞാൻ അവളെ കണ്ടു, ഞാൻ ഇരയെ കണ്ടു, അങ്ങനെ ഒരു ഇരയുണ്ട്. കാരണം ആ പെൺകുട്ടിയുടെ അടുത്ത് പോയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, ഒത്തുതീർപ്പിനൊന്നും എൻ്റെ അടുത്ത് വരണ്ട, ഇത് നടക്കാത്ത കാര്യമാണ്. പിന്നെ അവൾ പലതും പുറത്ത് പറയില്ല. അവളുടെ ഐഡൻറ്റിറ്റി വെളിയിലാവുമെന്ന് കരുതി അവൾ പലതും പുറത്ത് പറയില്ല. അതിനെ ഒരു സൗകര്യമായി എടുത്തുകൊണ്ട് ഈ ഒരു സമയത്ത് ആളാവാൻ ശ്രമിക്കുന്നവരോട് അറഞ്ഞ സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത്. നമ്മൾ വാർത്തയാക്കാം, വാർത്ത പറയും. പക്ഷേ ഈ ഒരു സമയത്ത് എന്താ പറയുക, ഞാനെന്തോ സംഭവമാണ് എന്ന് തെളിയിക്കാൻ നടക്കുന്നവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇത്രയും ചീപ്പാവരുത് ഇവരൊക്കെ. കാരണം ഇവർക്കൊക്കെ കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ സേഫ് സോണിലാണ്. അതുകൊണ്ട് ഇവർക്കൊന്നും ഇത് പ്രശ്നമല്ല. ആഹ് പിന്നെ ഈ ഇരയെ കണ്ടെത്തി എങ്ങനെയെങ്കിലും ഇതൊന്ന് അദ്ദേഹത്തിനെതിരെ പരാതികൾ വരുത്, അങ്ങനെയൊക്കെ പല ആളുകളും, രാജൻ ജോസഫ് അടക്കമുള്ളവർ അത്തരത്തിലുള്ള ആരോപണവുമൊക്കെ രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും ആ ഇര പറയണം. എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തക അവരെ കാണാൻ പോയത്? ഇരയുടെ കാര്യങ്ങൾ പുറത്തു അതായത് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ അവരുടെ മാനസിക വിഷമത്തോടൊപ്പം ചേർന്ന് നിൽക്കാനാണോ എന്നുള്ളത്. മറ്റൊന്ന്, ഈ സ്വപ്നയെ കൊണ്ടുവന്ന് യുഡിഎഫിനെ അല്ല എൽഡിഎഫിനെ തകർക്കാൻ ഒരു നീക്കം യുഡിഎഫ് നടത്തുന്നുണ്ടോ? അപ്പോൾ അത്തരം ചില കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ വിളിച്ചാൽ സ്വപ്ന വരുമോ? അത്ര ക്രെഡിബിലിറ്റി ഉള്ള ഒരാളായിട്ടൊന്നും അല്ല എന്നൊന്നും സ്വപ്നയെ ആയിട്ട് കുറച്ച് ദിവസം മാധ്യമപ്രവർത്തനത്തിൽ പരിചയപ്പെട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്വപ്ന അത്രയും അങ്ങ് തരം താഴ്ന്നൊരു തരത്തിലുള്ള ഒരാളൊന്നുമല്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. അവിടെ താൻ നല്ലതാണ് എന്ന് സ്വപ്ന ഒരിക്കലും പറയുന്നത് കേട്ടിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇതിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട് എന്നുള്ളതാണ്. ഇത് ഇര പുറം ലോകത്ത് വന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും എന്തെങ്കിലും ഒരു മീഡിയയിലൂടെ അത് അവരുടെ കാര്യം, എന്തിനാണ് ഈ മാധ്യമപ്രവർത്തകർ അവരെ സന്ദർശിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് വെളിച്ചത്ത് വരേണ്ടതുണ്ട്.